ഇപ്പോൾ ഞങ്ങളുടെ പ്രതിനിധി എം.എസ്. അനീഷ് കുമാർ കെ.വി. തോമസുമായി സംസാരിക്കുന്നു. അനീഷ്, എന്താണ് കെ.വി. തോമസ് പറയുന്നത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന സ്ഥാനത്തെക്കുറിച്ച്? എന്തായാലും മാഷ് നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം പുതിയ സ്ഥാനലബ്ധിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം, പ്രതീക്ഷകളൊക്കെ. എന്തായാലും നമസ്കാരം. പുതിയൊരു സ്ഥാനലബ്ധി സർക്കാർ നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഡൽഹിയിലെ പ്രതിനിധിയായി. എങ്ങനെ ഈ സ്ഥാനത്തെത്താൻ? ഒരു 50 വർഷക്കാലത്തെ അടുത്ത ബന്ധം ഡൽഹി വിവിധ സർക്കിളുമായിട്ട് ആ അനുഭവവും പരിചയവും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ കാഴ്ചപ്പാടോടുകൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് നടപ്പിലാക്കുക, അതാണ് എൻ്റെ ഉത്തരവാദിത്വം. തീർച്ചയായും അത് പൂർണ്ണമായി സത്യസന്ധമായി നടപ്പിലാക്കാനുള്ള ഒരു ശ്രമം, തീവ്രമായ ശ്രമം, സത്യസന്ധമായ ശ്രമം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ക്യാബിനറ്റ് പദവിയോടുകൂടിയാണ് നിയമനം. ഒരു സന്തോഷം തരുന്ന കാര്യമില്ല. നമുക്കൊരു ഉത്തരവാദിത്വം വരുമ്പോൾ സന്തോഷമാണല്ലോ. ആ ഉത്തരവാദിത്വം ചെറുതും വലുതുമായിട്ട് ഉത്തരവാദിത്വം നോക്കാറില്ല. ഞാൻ കുമ്പളങ്ങിയിലെ വാർഡ് പ്രസിഡൻ്റായിട്ട് വന്നു. അത് വന്ന് സന്തോഷത്തോടെ സ്വീകരിച്ചത്. DC സെക്രട്ടറിയായി അന്ന് അത് സന്തോഷമായിരുന്നു. DC പ്രസിഡൻ്റായി, കേന്ദ്രമന്ത്രിയായി, സംസ്ഥാന മന്ത്രിയായി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നടപ്പിലാക്കുക, അതിന് എൻ്റെ ഒരു ആത്മാർത്ഥമായ പരിശ്രമം എന്നും ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാകും. എങ്ങനെയാണ് ഈ പുതിയ പദവിയുടെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യം, അതേക്കുറിച്ചൊക്കെ വ്യക്തതയുണ്ടോ? അദ്ദേഹം ഡൽഹിയിൽ പോയി ചെയ്യണോ? ഡൽഹിയിൽ പോയിട്ട് തീരുമാനിക്കണം, മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിക്കണം, ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരായിട്ട് സംസാരിച്ചതിന് ശേഷമല്ലേ അതിൻ്റെ രൂപം നൽകാൻ കഴിയത്തുള്ളൂ. താങ്കൾ ഇടതുപക്ഷത്തിന് ഒരു പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ തോൽക്കുകയുമൊക്കെ ചെയ്തപ്പോൾ വലിയ ആക്ഷേപങ്ങളും വിമർശനങ്ങളൊക്കെ പല കോണിൽ നിന്ന് ഉയർന്നിരുന്നു. എന്ത് കിട്ടാനാണ്, സ്ഥാനങ്ങൾ നേടിയാണോ ഒക്കെ അത്തരത്തിലുള്ള വിമർശകർക്കൊക്കെ ഉള്ള ഒരു മറുപടി കൂടിയല്ലേ, ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനം. ഞാൻ അതിനൊന്നും മറുപടി പറയാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ അന്ന് പറഞ്ഞു, ഞാൻ കണ്ണൂർ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാനല്ല ആദ്യത്തെ കോൺഗ്രസ്സുകാരൻ ഇത്തരം ഒരു സെമിനാറിൽ പോകുന്നു. എനിക്ക് മുമ്പ് പോയിട്ടുണ്ട്, എനിക്ക് ശേഷവും പോയിട്ടുണ്ട്. പക്ഷെ അന്ന് എന്നെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. പിന്നീട് എൻ്റേതായ കാരണങ്ങളുണ്ട് എനിക്ക് തൃക്കാക്കര തിരഞ്ഞെടുപ്പിൽ ഒരു നിലപാടെടുക്കാൻ. ഞാനതിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് PT തോമസുമായിട്ടും ഉമ്മയുമായിട്ടും വലിയൊരു ബന്ധമുള്ളത്. ആ ബന്ധം തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, ചില പ്രത്യേക സാഹചര്യങ്ങൾ. പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നുമില്ല. അവിടെ നിലപാട് എനിക്ക് എടുക്കേണ്ടി വന്നു. ഞാൻ നിലപാട് ശക്തമായിട്ടെടുത്തു. തിരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളുണ്ടാവും, സ്വാഭാവികമാണ്. പക്ഷേ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്, വികസനം. ഞാനിപ്പോൾ കേരളയിൽ വന്നു. ഞാൻ കേരളയിൽ വന്നപ്പോൾ രാഷ്ട്രീയം വെച്ചുകൊണ്ടല്ല മുഖ്യമന്ത്രി സപ്പോർട്ട് ചെയ്തത്. അദ്ദേഹം എടുക്കുന്ന നിലപാട് ശരിയാണ്. നമുക്കൊരു സ്പീഡ് റെയിൽ വേണം. ഇവിടെ ഇപ്പോൾ ഉള്ള റോഡുകൾ 4 ലൈനോ 6 ലൈനോ ആയാൽ പോലും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. ലോകത്ത് മുഴുവൻ യാത്രാരംഗത്തുണ്ടായിട്ട് വിപ്ലവകരമായ മാറ്റങ്ങൾ, അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയണം. ഇന്ന് എതിർക്കുന്ന ആളുകൾ നാളെ സപ്പോർട്ട് ചെയ്യുക, അതാണ് കേരളത്തിൻ്റെ ചരിത്രം. ഇപ്പോൾ നെടുമ്പാശ്ശേരി എയർപോർട്ട് വന്നപ്പോൾ എന്ത് എതിർപ്പായിരുന്നു, മെട്രോയ്ക്ക് എന്ത് എതിർപ്പായിരുന്നു, വൈപ്പിനെറണാകുളം പാലങ്ങൾക്ക് എന്ത് എതിർപ്പായി. ഈ എതിർപ്പെല്ലാം കണ്ടൊരാളും അതിന് നേരിട്ടൊരാളുമാണ്. അവിടെ സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എടുക്കുന്ന ചില വിപ്ലവകരമായ പുരോഗമന കാഴ്ചപ്പാടുകൾ, അത് ആദ്യം വിമർശനം വന്നേക്കാം, പക്ഷേ അതിന് പിന്നീട് പിന്തുണ ഉണ്ടാകുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് തന്നെ തെളിയിച്ചില്ല. വിഴിഞ്ഞം കൊണ്ടുവന്ന ആരാ? അതിന് മുൻകൈ എടുത്ത് ഉമ്മൻചാണ്ടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന് അത് എന്നെ വിമർശിച്ച കോൺഗ്രസ്സുകാരുണ്ട്. അത് കഴിഞ്ഞ് ഈ ഗവൺമെൻറ് വന്നു. അന്ന് CPM-ന് വ്യത്യസ്തമായ ചില അഭിപ്രായങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം മുഖ്യമന്ത്രി നിലപാടെടുത്ത് നടപ്പിലാക്കണം. ആ നടപ്പിലാക്കുമ്പോൾ തന്നെ അവിടുത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ, അതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അത് പരിഹരിക്കണമെന്ന ഒരു ശക്തമായ തീരുമാനമാണ് മുഖ്യമന്ത്രി എടുത്തത്. അതുകൊണ്ടാണ് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു വികസന ചരിത്രമുണ്ട്, കാഴ്ചപ്പാടുണ്ട്, അത് മുന്നോട്ട് കൊണ്ടുപോകണം. ഡൽഹിയിലെ കാലാവസ്ഥ താങ്കൾക്ക് ഇഷ്ടമാണ് എന്നാണ് കെ. മുരളീധരൻ. മുരളിക്ക് ഞാൻ മറുപടി പറയുന്നില്ല. അതിന് കാലാവസ്ഥ അതിപ്പോൾ മുരളി എങ്ങനെ അത് കാണുന്നതെന്ന് എനിക്കറിയില്ല. മുരളിക്ക് ഡൽഹി ഇഷ്ടമാണോ, അതല്ല അദ്ദേഹത്തിന് ഇഷ്ടം കേരളമാണോ എന്ന് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ. ഈ സംസ്ഥാന സർക്കാർ ഒരു ശരിയായ ട്രാക്കിൽ തന്നെയാണ് ഇപ്പോഴും. രണ്ടാം പിണറായി ട്രാക്കിൽ തന്നെ. പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു കോവിഡ് കഴിഞ്ഞൊരു കാലഘട്ടം, സാമ്പത്തിക പ്രതിസന്ധി ലോകം മുഴുവനുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ഇന്നും ഇന്ത്യയിൽ മുന്നോട്ട് പോകുന്നൊരു സംസ്ഥാനമാണ് നമ്മൾ. ആ കാര്യത്തിൽ നമുക്കൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. പിന്നെ പുതിയ സാഹചര്യങ്ങൾ, മാധ്യമ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യം, ഇതിൻ്റെ മധ്യത്തിൽ നിന്നല്ലേ മുന്നോട്ട് പോകുന്നു. പക്ഷേ കേരളം മുന്നോട്ട് തന്നെ ഉദിക്കുന്നു. ഈ താങ്കൾക്ക് അന്ന് കോൺഗ്രസിനോട് ഒരു നേതാവ് എന്ന നിലയിൽ അല്ലെങ്കിൽ പ്രവർത്തകർ എന്ന നിലയിലൊക്കെ മാറി നിന്നപ്പോൾ അന്നത്തെ സാഹചര്യത്തെക്കാൾ കൂടുതൽ വഷളായി കോൺഗ്രസ് എന്ന് കരുതുന്നുണ്ട്. കാര്യം ഈ ശശി തരൂരിനെ ഉയർത്തിക്കൊണ്ട് വരുന്നു, മറ്റ് ആളുകളെ. കോൺഗ്രസിൻ്റെ കാര്യത്തിൽ ഞാനൊരു കമൻറ്റും പറയുന്നില്ല.
അത് കോൺഗ്രസ്സുകാർ തീരുമാനിക്കട്ടെ, പൊതുസമൂഹം തീരുമാനിക്കട്ടെ. ശശി തരൂരിനോട് കാണിക്കുന്നത് ശരിയാണോ, എന്നോട് കാണിച്ചത് ശരിയാണോ? ആ ഒരു തിരഞ്ഞെടുപ്പിൽ ഇത്രയും വർഷക്കാലം 7 ടേം ഇരുന്ന ഒരാളെ മാറ്റുമ്പോൾ ഒരു വാക്ക് പറഞ്ഞുകൂടെ? എന്നോട് പറഞ്ഞില്ല. എന്നെ വർക്കിംഗ് പ്രസിഡൻ്റായിട്ട് വെച്ചു, മാറ്റിയപ്പോൾ ഞാൻ അറിഞ്ഞില്ല. അപ്പോൾ അതൊക്കെ കോൺഗ്രസിൻ്റെ ഇന്നത്തെ, ഞാനത് അഖിലേന്ത്യാ കോൺഗ്രസിനെ ഒന്നും കുറ്റം പറയുന്നില്ല, അത് ഇവിടുത്തെ പ്രാദേശികമായ പ്രശ്നങ്ങൾ. അപ്പം അതിനൊക്കെ മറുപടി ജനങ്ങളാണ് കൊടുക്കുന്നത്. എന്തായാലും എല്ലാവിധ ആശംസകളും. എന്തായാലും അദ്ദേഹം വളരെ കാര്യമായി തന്നെ പറഞ്ഞിരിക്കുന്നു. വലിയ സന്തോഷത്തോടുകൂടി ഈ പദവി സ്വീകരിക്കുകയാണ്. ക്യാബിനറ്റ് റാങ്കോടുകൂടി കേരളത്തിൻ്റെ പുരോഗതിക്ക് ആവശ്യമായ പിണറായി വിജയൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന വികസനാധിഷ്ഠിത രാഷ്ട്രീയത്തിന് എല്ലാ പിന്തുണ നൽകും എന്നാണ് അദ്ദേഹം പറയുന്നത്. സനീഷ് കുമാർ കെ വി തോമസുമായി സംസാരിക്കുകയായിരുന്നു.